Hi, I am Riyaz Majid. Welcome to Competitive Cracker. അപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് സീരീസിലെ KS പോളിറ്റിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് സീരീസിലെ പാർട്ട് 4 ആണ്. ഇപ്പോൾ പാർട്ട് 4ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പാർട്ട് 4. നമ്മൾ ഓൾറെഡി 30 സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടു. അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? The law-making power of judiciary is judicial activism. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ഈ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് സീരീസിൽ നമ്മൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. കാരണം നിങ്ങളുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ഈ ഓർഗൻസിൻ്റെ അകത്ത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ജുഡീഷ്യറി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ലോ മേക്കിംഗ് പവർ ഓഫ് ജുഡീഷ്യറി ഈസ് ജുഡീഷ്യൽ ആക്ടിവിസം. ജുഡീഷ്യറിയുടെ ലോ മേക്കിംഗ് പവറാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? പാർലമെൻറ്റ് നിയമം പാസ്സാക്കും, ലെജിസ്ലേച്ചർ നിയമം പാസ്സാക്കും, പാർലമെൻറ്റിന് ലോ മേക്കിംഗ് പവർ ഉണ്ട്. അങ്ങനെ ജുഡീഷ്യറിക്ക് ലോ മേക്കിംഗ് പവർ ഉണ്ടോ? ഉണ്ട്. ജുഡീഷ്യറിക്കുള്ള ലോ മേക്കിംഗ് പവറാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അത് ഇങ്ങനെ പഠിച്ചു വെക്കണം. ജുഡീഷ്യറി ആക്റ്റീവ്ലി ഇൻവോൾവിങ് ദ പ്രോസസ് ഓഫ് ലോ മേക്കിംഗ്, അതിന് പറയുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈസ് ഫുള്ളി ഇലക്റ്റഡ് ബോഡി. നമുക്കറിയാം, നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് റൂളിന് കീഴിലായിരുന്നു. അതിനുശേഷം നമ്മൾ സ്വതന്ത്രമായപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ളൊരു ആവശ്യം വന്നു. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ പ്ലാനിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു ഫുള്ളി ഇലക്റ്റഡ് ബോഡി എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അനുസരിച്ച് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടവകാശം അനുസരിച്ച് എല്ലാവരും വോട്ട് ചെയ്താണ് അതിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് ഒരു പാർഷ്യലി ഇലക്റ്റഡ്, പാർഷ്യലി നോമിനേറ്റഡ് ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഈസ് എ ഫീച്ചർ ഓഫ് മൊണാർക്കി. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജഭരണം. ഇപ്പോൾ രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ട ഉത്തരവാദിത്തമാണ്. ആ കൂട്ട ഉത്തരവാദിത്തം രാജഭരണത്തിൻ്റെ ഫീച്ചറാണോ? അല്ല. പിന്നെ കൂട്ട ഉത്തരവാദിത്തം എന്തിൻ്റെ ഫീച്ചറാണ്? കൂട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ അല്ലെങ്കിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ് കൂട്ടുത്തരവാദിത്തം. ഈ കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മന്ത്രിസഭ മുഴുവൻ താഴെ പോവും. അതുപോലെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ പാസ്സാവുകയാണെങ്കിൽ ആ മന്ത്രിസഭ താഴെ പോവും. ഇങ്ങനെ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. എങ്ങനെ പറയാൻ പറ്റും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. അവർ ലോക്സഭയോട് റെസ്പോൺസിബിൾ ആണ്. ലോക്സഭയോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത് എന്താണ്? ലോക്സഭയ്ക്ക് പറയുന്ന മറ്റൊരു പേര് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹൗസ് ഓഫ് പീപ്പിൾ ആണ് ലോക്സഭ, ഹൗസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഈ ലോക്സഭയോട് റെസ്പോൺസിബിൾ ആവുന്നതിലൂടെ നമ്മൾ ജനങ്ങളോടും റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്, അല്ലാതെ മൊണാർക്കിയുടെ ഫീച്ചർ അല്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
വി ഹാവ് 2 ഹൗസസ് ഇൻ പാർലമെന്റ്. നമുക്ക് 2 ഹൗസ് ഉണ്ട് പാർലമെന്റിൽ. നമുക്ക് 2 ഹൗസ് ഉണ്ട്. ഇപ്പോൾ പാർലമെന്റിൽ നമുക്ക് 2 ഹൗസ് ഉണ്ട്. ഏതൊക്കെയാണ്? രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും എല്ലാം കണ്ടു. കാരണം ഈ ഏരിയ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ള ഒരു റീസൺ, ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് കൂടുതൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സീരീസിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർലമെന്റ് എന്ന് പറയുന്നത് 2 ഹൗസ് കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഒന്നും കൂടി ഉറയ്ക്കും. അപ്പോൾ ഈ 2 ഹൗസ് ഉള്ളതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അല്ലേ? 2 ഹൗസ് ഉണ്ട്, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയും. വി ഹാവ് 2 ഹൗസസ് ഇൻ പാർലമെന്റ്. അപ്പർ ഹൗസ് ഈസ് രാജ്യസഭ. ശരിയാണ്, നമ്മുടെ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. ലോവർ ഹൗസ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അത് ലോക്സഭയാണ്. All the members of this house are indirectly elected. അപ്പോൾ രാജ്യസഭയിലെ മെമ്പേഴ്സ് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. രാജ്യസഭയിലെ മെമ്പേഴ്സ് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യസഭ എം പിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ജനങ്ങളല്ല, അത് MLA-മാരാണ് അതിൽ വോട്ടിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് തെറ്റാൻ കാരണം എന്താ? ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഹൗസ്, രാജ്യസഭയിലെ എല്ലാ മെമ്പേഴ്സും ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. കാരണം നമുക്കറിയാം, പ്രസിഡന്റ് രാജ്യസഭാ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന മെമ്പേഴ്സും രാജ്യസഭയിലുണ്ട്. അതുകൊണ്ട് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദിസ് ഹൗസ് ഈസ് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പെർമനന്റ് എക്സിക്യൂട്ടീവ്സ്. ദേ ഇംപ്ലിമെന്റ് ബ്രോഡ് പോളിസീസ്. ഇപ്പൊ ബ്യൂറോക്രസി, നിങ്ങളിപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി, UPSC എഴുതി, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് മാറും. അതുപോലെ തന്നെ നിങ്ങൾ കേരള സർക്കാരിൻ്റെ KS എക്സാമിനേഷനൊക്കെ എഴുതി വരികയാണെങ്കിൽ, KS ഓഫീസറൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ കേരള ബ്യൂറോക്രസിയുടെ ഭാഗമായി മാറും. അങ്ങനെ ബ്യൂറോക്രാറ്റായി മാറിയ ആളുകൾ, ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഇതുവരെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പെർമനന്റ് എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ്സിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പെർമനന്റ് എക്സിക്യൂട്ടീവ്, 2 പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ ഈ പെർമനന്റ് എക്സിക്യൂട്ടീവ്സിന് എക്സാമ്പിൾ ആണ് ബ്യൂറോക്രാറ്റ്സ്. IAS-കാർ, IPS-കാർ, ഇവരൊക്കെ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് ആണ്. ആ ഒരു പാർട്ട് സെന്റൻസ് ശരി തന്നെയാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതാണ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ പെർമനന്റ് എക്സിക്യൂട്ടീവിൻ്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പെർമനന്റ് എക്സിക്യൂട്ടീവിന് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ടാവും. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ ഒരു നിശ്ചിത കാലത്തേക്ക് അവർക്ക് ജോലിയിൽ തുടരാൻ കഴിയും. പക്ഷേ ഒരു സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഈ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇല്ല. കാരണം എന്താണ്? അവരുടെ പാർട്ടിയിൽ ലോക്സഭയിലുള്ള MP-മാർ, അവരുടെ പാർട്ടിയിലുള്ള MP-മാരാണ് കൂടുതലെങ്കിൽ മാത്രമേ അവർക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാൻ കഴിയൂ. ആ MP-മാർ കാലു മാറിയാൽ ആ മന്ത്രിസഭ താഴെ പോകും. അപ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഇല്ല. ആർക്ക്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിന്. രണ്ടാമതൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ്. അവർ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവരാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, അതായത് മിനിസ്റ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ബ്രോഡ് പോളിസി, ആ ബ്രോഡ് പോളിസിയിലെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് ബ്യൂറോക്രാറ്റ്സിന്റെ ജോലി. അപ്പോൾ ദേ ഇംപ്ലിമെന്റ് ബ്രോഡ് പോളിസീസ് എന്നുള്ളത് തെറ്റാണ്. ദേ ഇംപ്ലിമെന്റ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ബ്രോഡ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ആരാണ്? പെർമനന്റ് എക്സിക്യൂട്ടീവ്. അപ്പോൾ നമുക്ക് KS-ന് സൂപ്പർ 60 എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. 60 days 120 hour ലൈവ് ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് 120 മണിക്കൂർ ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്. സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും.
മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ PYQ ഒക്കെ ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്താണ്? ആ ഏരിയയിൽ നിന്ന് വരുന്ന ഈ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ DPSP, അതുപോലെ തന്നെ അമെൻമെൻറ്റ്സ്, ഇതൊക്കെ PSCയുടെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം. പാർലമെന്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ടു സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഓൺലി ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, നമുക്ക് കുറച്ച് ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് ഉണ്ട്. ഈ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, NHRC ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ബോഡി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പവർ ഡിറൈവ് ചെയ്താണ്. പക്ഷേ ഈ NHRC ഫോം ചെയ്യുന്നത് ഒരു ആക്റ്റിൽ നിന്നും പവർ ഡിറൈവ് ചെയ്താണ്. ഇതാണ് ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഡിറൈവ് പവർ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഡിറൈവ് പവർ ഫ്രം എ സ്റ്റാറ്റ്യൂട്ട് ഓർ ആൻ ആക്ട്. ഒരു ആക്റ്റിലൂടെ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിലൂടെ ഫോം ചെയ്തിരിക്കുന്ന ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് എന്തിലൂടെ ഫോം ചെയ്തിരിക്കുന്നതാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ പർട്ടിക്കുലർ ആർട്ടിക്കിളിലൂടെ ഫോം ചെയ്തിരിക്കുന്ന ബോഡിയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിലൂടെ ഫോം ചെയ്തിരിക്കുന്ന ബോഡിയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എവിടെ മാറ്റം വരുത്തണം? കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആവശ്യമാണ്. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏത് ബോഡിയിൽ മാറ്റം വരുത്താൻ പറ്റൂ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ മാറ്റം വരുത്താൻ പറ്റൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാർലമെന്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ടു സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഓൺലി ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. പാർലമെന്റിന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ ചേഞ്ച് വരുത്താൻ അമെൻമെന്റിലൂടെ കഴിയുമെന്നാണ്. തെറ്റാണ്. കാരണം ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി പവർ ഡിറൈവ് ചെയ്യുന്നത് ആക്റ്റിൽ നിന്നല്ലേ? ഈ ആക്ടിന് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധമില്ലല്ലോ. അപ്പോൾ ഈ ആക്ടിൽ മാറ്റം വരുത്തിയാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മാറ്റം വരുത്താമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റേറ്റ്മെന്റിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമുക്ക് ശരിയാക്കാമായിരുന്നു? പാർലമെന്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഓൺലി ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി പവർ ഡിറൈവ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി പവർ ഡിറൈവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ആക്റ്റിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടന ഭേദഗതി കൊണ്ടുവരണം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ അത് സാധിക്കുകയുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മാറ്റം വരുത്താൻ ആ ആക്റ്റിൽ മാറ്റം വരുത്തിയാൽ മതി. അതിന് എന്തിൻ്റെ ആവശ്യമില്ല? ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. 7th സ്റ്റേറ്റ്മെന്റ് ആണ്, ദ പേഴ്സൺ ഹു പ്രിസൈഡ് ഓവർ അപ്പർ ഹൗസ് ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പോൾ നമ്മളൊരു ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. അപ്പം ലോക്സഭയിൽ MPമാരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ലോക്സഭയെ പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ മധ്യസ്ഥത അല്ലെ പ്രിസൈഡ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പോസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം, സ്പീക്കറാണ്. ലോക്സഭ പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. ഇതുപോലെ തന്നെ നമുക്ക് രാജ്യസഭയുണ്ട്. ഈ രാജ്യസഭ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ വൈസ് പ്രസിഡന്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കും. വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ രാജ്യസഭ പ്രിസൈഡ് ചെയ്യുന്ന വ്യക്തി ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ പേഴ്സൺ ഹു പ്രിസൈഡ് ഓവർ അപ്പർ ഹൗസ്. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയാണ്. ദ പേഴ്സൺ ഹു പ്രിസൈഡ് ഓവർ അപ്പർ ഹൗസ് ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ്. അങ്ങനെ പ്രിസൈഡ് ചെയ്യുന്ന വ്യക്തി ആ ഹൗസിൽ ഒരു മെമ്പർ ആയിരിക്കുമെന്നാണ്. ഇതിൽ അർത്ഥമാക്കുന്നത് എന്താണ്? വേറെ രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു MP ആയിരിക്കുമെന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക.
രാജ്യസഭ പ്രിസൈഡ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഒരു MP അല്ല. വൈസ് പ്രസിഡന്റ് MP അല്ല. പക്ഷേ ലോക്സഭ പ്രിസൈഡ് ചെയ്യുന്ന സ്പീക്കർ ഒരു MP ആണ്. കാരണം ലോക്സഭ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് അത് ലോക്സഭയിലെ മെമ്പേഴ്സിൽ നിന്നാണ്. പക്ഷെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ മെമ്പേഴ്സിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ പേഴ്സൺ ഹു പ്രിസൈഡ് ഓവർ അപ്പർ ഹൗസ് ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ്. അതാണ് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. There is a parliamentary system of government in India because the Council of Ministers is responsible to the Lok Sabha. ഇന്ത്യയിൽ ഒരു പാർലമെന്ററി സിസ്റ്റം ഉണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വായിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. കാരണം എന്താണ്? പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ലോക്സഭ. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് ലോക്സഭയോട് റെസ്പോൺസിബിൾ ആണ്. ആ ലോക്സഭ റെസ്പോൺസിബിലിറ്റിയിലൂടെ അവർ ജനങ്ങളോട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The preamble has been amended only once so far in 1976 by 42nd Constitutional Amendment Act. അപ്പോൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അല്ലെ. ജവഹർലാൽ നെഹ്റു പുട്ട് ഫോർവേഡ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പ്രിയാമ്പിളിന്റെ ഒരു ബേസ് ആയിട്ട് മാറുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അങ്ങനെ തുടങ്ങുന്ന പ്രിയാമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ്. ഈ പ്രിയാമ്പിൾ ഒരിക്കൽ മാത്രമേ ഇതുവരെ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതേത് വർഷമാണ്? 1976 ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്. ഈ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. കാരണം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻഡ്മെന്റ് ആണ് 42nd അമെൻഡ്മെന്റ്. പ്രിയാമ്പിൾ വരെ 42nd അമെൻഡ്മെന്റിൽ അമെൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത ഒരേ ഒരു അമെൻഡ്മെന്റ് ആണ് 42nd അമെൻഡ്മെന്റ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ഇൻ ഇന്ത്യ ലോ മേക്കിംഗ് പവർ ഈസ് ഗിവൺ ഓൺലി ടു ലെജിസ്ലേച്ചർ. ഇന്ത്യയിൽ ലെജിസ്ലേച്ചറിന് മാത്രമേ ലോ മേക്കിംഗ് പവർ കൊടുത്തിട്ടുള്ളൂ എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു ഓർഗനായിട്ടുള്ള ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർലമെന്റ്. അതിന് ലോ മേക്കിംഗ് പവർ ഉണ്ട്. തീർച്ചയായിട്ടും പാർലമെന്റിന് ലോ മേക്കിംഗ് പവർ ആണ്. ലോ മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ലെജിസ്ലേച്ചർ. ഓക്കെ. പിന്നെ അടുത്തൊരു ഓർഗനായിട്ടുള്ള എക്സിക്യൂട്ടീവ്, അടുത്ത ഓർഗനായിട്ടുള്ള ജുഡീഷ്യറി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇവർക്ക് രണ്ട് പേർക്കും ലോ മേക്കിംഗ് പവർ ഇല്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണ്. കാരണം എക്സിക്യൂട്ടീവിന് ലോ മേക്കിംഗ് പവർ ഉണ്ട്. നമുക്ക് എക്സിക്യൂട്ടീവായിട്ട് പ്രസിഡന്റ്, ഗവർണർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു പവർ ഉണ്ട്. ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരമുണ്ട്. ഓർഡിനൻസ് അല്ലേ. The law making power of executive is ordinance. അതുപോലെ ജുഡീഷ്യറിക്ക് ലോ മേക്കിംഗ് പവർ ഉണ്ടോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് കാര്യത്തിൽ പഠിച്ചു ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് ലോ മേക്കിംഗ് പവർ ഓഫ് ജുഡീഷ്യറി ആണ്. അപ്പൊ ഇന്ത്യയിൽ ലോ മേക്കിംഗ് പവർ ലെജിസ്ലേച്ചറിന് മാത്രമല്ല, എക്സിക്യൂട്ടീവിനുണ്ട് ഓർഡിനൻസ് മേക്കിംഗ് പവർ. അതുപോലെ ജുഡീഷ്യറിക്ക് ജുഡീഷ്യൽ ആക്ടിവിസവും ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോ മേക്കിംഗ് പവർ, ലെജിസ്ലേച്ചറിനുള്ള ലോ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രാറ്റിക് ലോ മേക്കിംഗ് പവർ ആണ് ലെജിസ്ലേച്ചറിനുള്ളത്. കാരണം നമ്മൾ ലോ മേക്ക് ചെയ്യുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് തിരഞ്ഞെടുത്ത ആളുകൾക്കാണ്. ഈ എക്സിക്യൂട്ടീവിന് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം നമ്മൾ കൊടുത്തിട്ടില്ല, അതുപോലെ ജുഡീഷ്യറിക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലോ മേക്കിംഗ് പവർ ഉള്ള ബോഡി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ആണ്.
പക്ഷേ ലോ മേക്കിംഗ് പവർ ആർക്കും ഉണ്ട്, എക്സിക്യൂട്ടീവിനും ഉണ്ട്, ജുഡീഷ്യറിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 4 ആയിരുന്നു. 10 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കണ്ടു, അതിൻ്റെ കൺഫ്യൂഷനൊക്കെ നമ്മൾ മാറ്റി. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 10 സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.